അലങ്കാര മത്സ്യങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നമ്മൾ നമസ്തേ കേരള ഒരു കിടിലൻ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗപ്പികൾക്കും ഫൈറ്ററിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫുഡ് ഹലോ പെറ്റ്സിൻ്റെ ഫ്രീസ്ഡ് ഡ്രൈഡ് ബ്രെഡ് ബോംസ്. നിങ്ങളിൽ 30 പേർക്ക് നമ്മൾ തരുന്നു, അതും തീർത്തും സൗജന്യമായി. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്തേ കേരളയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നല്ല കിടിലൻ സ്വാഗതം. എൻ്റെ പേര് ബ്രൈജ ജോബ് എന്നാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനൽ നമസ്തേ കേരള. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ചെയ്യണത് അലങ്കാര മത്സ്യങ്ങളായിട്ട് ബന്ധപ്പെട്ട വീഡിയോസാണ്. ബ്രീഡേഴ്സായിട്ടുള്ള ഇൻ്റർവ്യൂസ്, എക്സിബിഷൻസ്, അങ്ങനെ എല്ലാതും നമ്മുടെ ഈ ചാനൽസിലുണ്ട്. സോ നിങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താണെങ്കിൽ നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യില്ലേ, നിങ്ങൾക്ക് അപ്പോൾ തന്നെ അതിന് നോട്ടിഫിക്കേഷൻ വരും. ഫെബ്രുവരി 10 എൻ്റെ ബർത്ത്ഡേ അന്ന് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഈ ഹലോ പെറ്റ്സിൻ്റെ ഡ്രൈഡ് ബ്രെഡ് ബോംസ് തരുന്നതിനെ കുറിച്ചിട്ടും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നതിനെ കുറിച്ചിട്ടായിരുന്നു ആ വീഡിയോ. ഒത്തിരി പേര് നല്ലപോലെ റെസ്പോൺസ് ചെയ്തു. ഒരുപാട് മെസ്സേജുകൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുന്നതിനെ കുറിച്ചിട്ട് എനിക്ക് വരികയുണ്ടായി. നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, സ്ഥലം, അതുപോലെ നിങ്ങളുടെ പ്രായം ഇത് നമുക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതാണ്. ഇതൊരു മാനുവൽ പ്രൊസീജിയറാണ് ഫുള്ളി. സോ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും. ഓക്കെ, ലിങ്ക് വെച്ച് നമ്മൾ ആരെയും ചേർക്കുന്നില്ല. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണെന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞേക്കാൾ മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ വീഡിയോയിൽ പറഞ്ഞ ഈ ഹലോ പെറ്റ്സിൻ്റെ ഈ ഫുഡ് ഡീൽ ചെയ്യണത് എൻ്റെ ഒരു കൂട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേരും നമ്പർ ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ കടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും ചെറിയൊരു വില കുറവിൽ അദ്ദേഹം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ബൾക്കായിട്ട് ഹോൾസെയിൽ ലെവലിൽ ചെയ്യുന്ന ആളാണ്. സോ നമ്മുടെ ആൾക്കാർക്ക് അദ്ദേഹം ചെറിയൊരു ഡിസ്കൗണ്ട്, കടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ചെറിയൊരു ഡിസ്കൗണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ പേരും നമ്പറും ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്കിനി തിരിച്ച് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കേസിലേക്ക് വരാം. നമ്മൾ ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് പുതുതായിട്ട് വരുന്ന ബ്രീഡേഴ്സിനും അല്ലെങ്കിൽ ഹോബീസിനും ഒക്കെ ഒരു സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു പർപ്പസോട് കൂടിയിട്ടാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ചോദിക്കാം. അതുപോലെ തന്നെ വീക്കിലി ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ഒരു ഡിസ്കഷൻ, വീക്കിലി തന്നെ ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും സെയിൽ ചെയ്യാനുണ്ട്, നമ്മുടെ കയ്യിൽ മീനുണ്ട്, ഫുഡുകളുണ്ട്, എന്തും നമുക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ത്രൂ സെയിൽ ചെയ്യാം. അതൊത്തിരി കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ. ആദ്യമായിട്ട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്രൂപ്പിൽ കേരളത്തിൻ്റെ തന്നെ പല ഭാഗത്തു നിന്നും, കേരളത്തിന് പുറമേ നിന്ന ആൾക്കാരും ഒക്കെയുണ്ട്. പല ശൈലിയിൽ സംസാരിക്കുന്നവർ, പല പ്രായക്കാർ, പല ജീവിതശൈലികളുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പിൽ സംസാരിക്കുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സംസാരിക്കാനും പെരുമാറാനും ശ്രമിക്കുക. ഒരാളെ ഹേർട്ട് ചെയ്യുന്ന ലെവലിൽ മെസ്സേജ് അയക്കാനോ കമൻസ് അടിക്കാനോ ഒന്നും പാടില്ല. അതാണ് നമ്മളിതിൽ പറയുന്ന ഫസ്റ്റത്തെ കേസ്. പിന്നെ പലരും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ചേരുന്ന സമയത്ത് അതായത് ഏരിയകളിൽ ഉള്ള ബ്രീഡേഴ്സിൻ്റെ അല്ലെങ്കിൽ അത് ഇതേപോലെ മീനെ എവിടുന്ന് മേടിക്കാൻ പറ്റും, എവിടെ കൊടുക്കാൻ പറ്റുന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് പലപ്പോഴും വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നത്. അത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമ്മളത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ. അതുകൊണ്ട് തന്നെ എല്ലാ ആഴ്ചകളിലും ശനിയാഴ്ച വൈകിട്ട് ഒരു 6 മണി തൊട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കൊടുക്കാനുള്ള ഫിഷിൻ്റെയോ അല്ലെങ്കിൽ ഫുഡിൻ്റെയോ എന്തും ആയിക്കോട്ടെ, ലൈഫ് ഫുഡ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ശനിയാഴ്ച വൈകിട്ട് ഒരു 6 മണി തൊട്ട് നിങ്ങൾക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ പോസ്റ്റ് ചെയ്യാം നമ്മുടെ ഗ്രൂപ്പിൽ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ ഗ്രൂപ്പുകളിൽ ഓരോ ജില്ലയ്ക്കും ഓരോ ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിന് വേണ്ടി സെപ്പറേറ്റ് ഗ്രൂപ്പുണ്ട്, ലേഡീസിന് വേണ്ടി സെപ്പറേറ്റ് ഗ്രൂപ്പുണ്ട്. അതാത് ഏരിയകളിലെ ആൾക്കാരാണ് അതായത് ഗ്രൂപ്പുകളുള്ളത്. ഫോർ എക്സാമ്പിൾ വയനാടിൽ ഒരു ലൈഫ് ഫുഡ് കിട്ടാനില്ലെങ്കിൽ നമുക്കതവിടെ ഒരാൾക്ക് എത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ ത്രൂ സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ആൾക്കാർക്ക് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ അത് ഈസിലി അവൈലബിൾ ആക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ചെറിയ ചെറിയ ബെനിഫിറ്റുകൾ. അപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വിൽക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതൊരു പ്രോപ്പർ വേ അല്ല. അതുകൊണ്ടാണ് ഒരു ഡേ ഫിക്സ് ചെയ്തിട്ടുള്ളത്. മറ്റ് ദിവസങ്ങളിൽ മറ്റ് സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള പോസ്റ്റുകൾ ഇടരുത്. അത് മാത്രമല്ല, ഇപ്പോൾ ഒരാൾ സ്ഥിരം ഈ സെയിൽസ് പോസ്റ്റിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മൾ ഒരിക്കലും അലൗഡ് ചെയ്യില്ല. കാരണം ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വിൽക്കലല്ല, നോളജ് ഷെയറിംഗ് ആണ്. ഇപ്പോൾ എൻ്റെ ഒരു മെത്തേഡ് ആയിരിക്കില്ല നിങ്ങളുടെ ഒരു ബ്രീഡിംഗ് മെത്തേഡ്, അതുപോലെ നിങ്ങളുടെ ഒരു മെത്തേഡ് ആയിരിക്കില്ല മറ്റൊരാളുടെ. സോ നമ്മൾ പരസ്പരം ഒരു നോളജ് ഷെയറിങ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അത് ത്രൂ ഒരുപാട് മുന്നേറാനൊക്കെ സാധിക്കും. അതാണ് നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ ഒരു മെയിൻ അജണ്ട. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് സെയിൽ പോസ്റ്റുകൾ ശനിയാഴ്ചകളിൽ ഉച്ചരിഞ്ഞിട്ട് മാത്രം, ബാക്കി ദിവസങ്ങളിൽ ഇടരുത്. ഓക്കെ, നമ്മുടെ ഈ ഗ്രൂപ്പിൽ അലങ്കാര മത്സ്യങ്ങളായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യം നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷെ അതൊരിക്കലും മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാവരുത്.
ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ചെറിയ പിള്ളേരുണ്ട്, പഠിക്കുന്ന പിള്ളേരുണ്ട്, ജോലിക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഒരു മെസ്സേജ് ആവശ്യത്തിനാണോ അനാവശ്യത്തിനാണോ എന്നുള്ളത് നമ്മൾ ഒന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മുടെ ഗ്രൂപ്പുകളിൽ ഇടാനായിട്ട്. കാരണം നമ്മുടെ ഒരു മെസ്സേജ് ഒരാൾ അയച്ച് കുറേ പേര് അയച്ചു കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞ് നോക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഒരു 100-300 മെസ്സേജ് ആവും ഉണ്ടാവുക. അപ്പം അങ്ങനെ മറ്റുള്ളവർക്കൊരു എന്താ പറയുക, അപ്പോൾ ഒരു 300 മെസ്സേജ് കണ്ടാൽ പെട്ടെന്ന് ആരും ഒരു പക്ഷേ നോക്കിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അൺനെസസറി ആയിട്ടുള്ള മെസ്സേജുകൾ ഒഴിവാക്കിയിട്ട് ആവശ്യമുള്ള മെസ്സേജുകൾ മാത്രം നമ്മുടെ ഗ്രൂപ്പുകളിൽ ഇടുക. അൺനെസസറി ആയിട്ടുള്ള മെസ്സേജുകൾ ഇടുന്ന ആൾക്കാർ നമ്മൾ നോട്ട് ചെയ്തിട്ട് അവരെ നമ്മൾ പുറത്താക്കും നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന്. എന്ന് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കീപ്പ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഗ്രൂപ്പിൻ്റെ മെയിൻ പർപ്പസ് നോളജ് ഷെയറിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഞായറാഴ്ചകളിൽ, ശനിയാഴ്ച സെയിൽ, ഞായറാഴ്ചകളിൽ ഉച്ചതിരിഞ്ഞിട്ട് 6 മണി തൊട്ട് അല്ലെങ്കിൽ ഒരു 7 മണി തൊട്ട് നമുക്ക് തീരുമാനിക്കാം എപ്പോൾ വേണമെന്നുള്ളത്. ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കഷൻ നടത്തും. അതിപ്പോൾ ഗപ്പി ബ്രീഡിങ് ആവാം, ഫൈറ്റർ ബ്രീഡിങ് ആവാം. ഈവൻ ഫൈറ്റർ ഫിഷിന് ബ്രീഡ് ചെയ്യിക്കുന്ന സമയത്ത് ബബിൾ നെസ്റ്റ് ഉണ്ടാക്കുന്നതിനൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതേക്കുറിച്ച് നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങളും നമ്മുടെ എക്സ്പീരിയൻസും നോളജൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു അവസരം ഞായറാഴ്ചകളുണ്ടാവും. ഒരു ക്ലാസ് മെത്തേഡിലൂടെ നമ്മുടെ ഗ്രൂപ്പിലുള്ള കഴിയുന്ന എല്ലാവരും അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. അത് നമ്മുടെ നോളജ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റു വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്കുകൾ വന്ന് കിടക്കാറുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി യൂട്യൂബ് വീഡിയോസുടെ ലിങ്കൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. ഇത് രണ്ടും നമ്മുടെ ഗ്രൂപ്പുകളിൽ അലൗഡ് അല്ല. മറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്കുകൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റ് യൂട്യൂബ് ചാനലുകളുടെ ലിങ്കുകളും നമ്മുടെ ഇതിൽ അലൗഡ് അല്ല. ഒരു കാര്യം കൂടെ ആഡ് ചെയ്യട്ടെ, നിങ്ങളൊക്കെ ഒരുപാട് ആസ്വദിക്കുന്ന ഒത്തിരി യൂട്യൂബ് ചാനൽസ് ഉണ്ട്. മലയാളത്തിൽ തന്നെ നല്ല യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അവരൊക്കെ പലരും നമ്മുടെ മച്ചാന്മാരുമാണ്. അവരുടെ വീഡിയോസ് ഞാൻ ഇടണ്ടെന്നല്ല പറയുന്നത് ഇതാണ്: നിങ്ങൾ നല്ലൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഷെയർ ചെയ്ത് തരിക, നമ്മളത് ഗ്രൂപ്പിലിടാം. ഓക്കെ, അത് ഒരു എന്താ പറയുക, ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് ഇട്ടാൽ മതി എന്നുള്ളത് നമ്മുടെ പർപ്പസ് ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് നമുക്ക് അയച്ചു തരിക, നമ്മളത് നോക്കിയിട്ട് ഇടാം. നല്ല വീഡിയോസ് തീർച്ചയായിട്ടും നമ്മുടെ ഗ്രൂപ്പിലും ഈവൻ നമ്മുടെ ചാനലിലെ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ നമ്മളിടും. അതൊക്കെ നമുക്ക് സന്തോഷമുള്ള കേസാണ്. ഫ്രണ്ട്സ്, ഒരു കേസിൽ എനിക്ക് നിങ്ങളുടെ ഒരു അഭിപ്രായം അറിയേണ്ടതുണ്ട്. അതായത് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ, നമസ്തേ കേരള എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഏകദേശം ഒരു 37,000 സബ്സ്ക്രൈബേഴ്സായി. നമ്മളതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ തുടങ്ങുന്നുണ്ട്. സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകളും കാര്യങ്ങളും നമുക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ചാനലിലും പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. അതായത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പോസ്റ്റുകളും കാര്യങ്ങളും ഷെയർ ചെയ്യാൻ നമുക്ക് താല്പര്യമുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആർക്കെങ്കിലും റെയർ ആയിട്ടുള്ള ഒരു ബ്ലഡ് ഗ്രൂപ്പ് കിട്ടാനുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആവശ്യം നമുക്ക് നമ്മുടെ പോസ്റ്റുകളിൽ, നമ്മുടെ ഗ്രൂപ്പുകളൊക്കെ ഇടാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനും ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒരു റെയർ ബ്ലഡ് ഗ്രൂപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുള്ള സമയങ്ങളുണ്ടായിട്ടുണ്ട്. ആ സമയങ്ങളിൽ നമുക്കൊരു സഹായത്തിനുണ്ടായത് ഈ പറഞ്ഞ പോലെ വാട്സപ്പ് ഗ്രൂപ്പിലോട്ടൊരു മെസ്സേജ് ഒരാൾ ഫോർവേഡ് ചെയ്തിട്ട് കണ്ട് വന്നിട്ടൊക്കെയാണ് നമുക്കൊരു ഉപകാരം ഉണ്ടായിട്ടുള്ളത്. അതിനൊക്കെ നമുക്ക് എന്താ പറയുക, ഒരിക്കലും നന്ദി പറഞ്ഞാൽ തീരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലൊരു കമ്മ്യൂണിറ്റി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഇതേപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യണമെന്നുണ്ട്. അതിന് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ആർക്കും എതിർപ്പുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു തിങ്കിങ്. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും അതേക്കുറിച്ച് പറയുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ, നിങ്ങളുടെ ഒപ്പീനിയൻസ് നമുക്കറിയാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വെള്ളപ്പൊക്കം വന്ന സമയത്തൊക്കെ ഒത്തിരി യൂട്യൂബേഴ്സ് അവരുടെ ഒരു കമ്മ്യൂണിറ്റി യൂസ് ചെയ്തുകൊണ്ട് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്കൊരു ഇൻസ്പിറേഷനാണ്. നമുക്കൊന്നും മറക്കാൻ പറ്റില്ല അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതേപോലെ നമുക്കും നമ്മുടെ ഒരു കുറച്ച് ആൾക്കാരായ സ്ഥിതിക്ക് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് സഹായിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അതും കൂടിയാണ് ഇതിൻ്റെ കൂടെ പറയാനുള്ളത്. ഞാൻ ഇത്രയും കാര്യം സംസാരിച്ചപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ ആദ്യം പറഞ്ഞ ആ ഗിവ് അവയുടെ കേസ് മറന്നോന്ന് എനിക്കറിയില്ല. അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള 30 പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ലക്കി ഡ്രോ ടൈപ്പിലാണ് നമ്മളത് സെലക്ട് ചെയ്തിട്ടുള്ളത്. ആ സെലക്ട് ചെയ്ത ആൾക്കാരുടെ പേരും സ്ഥലവും നമുക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കാണ് നമ്മൾ ഈ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നത്. അവർ ഞാൻ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യും. കാരണം അവരുടെ അഡ്രസ്സും കാര്യങ്ങളും നമുക്ക് കിട്ടിയാലേ നമുക്കത് അയച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ആർക്കെങ്കിലും ഞാൻ പറഞ്ഞു, നമ്മളൊരു വലിയ ചാനലോ അല്ലെങ്കിൽ വലിയ സംഭവമൊന്നുമല്ല, നമുക്കൊരു സന്തോഷം വന്നപ്പോൾ നമുക്കത് ഷെയർ ചെയ്യാം എന്നുള്ള തോന്നിയതുകൊണ്ടാണ് നമ്മളൊരു 30 പേർക്ക് ഈ ഒരു ഫുഡ് തരാമെന്ന് വെച്ചത്. അതൊരു ചെറിയൊരു ഗിഫ്റ്റാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. അത് കിട്ടാത്തതിൻ്റെ പേരിൽ ആർക്കും വിഷമമൊന്നും ഉണ്ടാവരുത് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഒന്നും കൊടുക്കണമെന്ന് ആഗ്രഹമാണെങ്കിൽ പോലും കഴിയാത്തൊരവസ്ഥയാണ്. നമ്മൾ തരുന്ന ആൾക്കാർക്കല്ലാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഫുഡ് മേടിക്കണം എന്നുണ്ടെങ്കിൽ
നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടിറ്റോയുടെ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം നിങ്ങൾക്കത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കടയിൽ കിട്ടുന്നതിനേക്കാൾ ചെറിയൊരു എമൗണ്ട് നമ്മുടെ ആൾക്കാർക്ക് ഡിസ്കൗണ്ട് കൊടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയ്ക്കുള്ള ഈ വീഡിയോയിൽ പറയാനായിട്ട്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമസ്തേ കേരളയെ സംബന്ധിച്ചിട്ട് ഒത്തിരി അഭിമാനം തോന്നിക്കുന്നൊരു വീഡിയോ ആണ് സമീർക്കയുടെ ഗപ്പി സ്ട്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തത് നവംബർ 30 ലാസ്റ്റ് ഡേ ആയിരുന്നു. ഫസ്റ്റ് വീഡിയോന് ഒത്തിരി നല്ല റെസ്പോൺസ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടിയ എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒത്തിരി പേര് ആ വീഡിയോ സെക്കൻഡ് പാർട്ട് എന്ന് വരുമെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നവരുണ്ട്, വിളിക്കുന്നവരുണ്ട്. അത് അടുത്ത് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ആ വീഡിയോ വരും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. പിന്നെ ഒരുപാട് ലേറ്റ് ആയി പോയതിൽ സോറി. അതെൻ്റെ ഭാഗത്തുനിന്ന് വന്ന കുറച്ച് മിസ്റ്റേക്കുകളൊക്കെയാണ്. കുറച്ച് കാര്യങ്ങളുണ്ടായി, അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒരുപാട് കത്തിവേ പോകും. അതുകൊണ്ട് അത്രയൊന്നും വലിച്ചു നേടുന്നില്ല. അടുത്ത് തന്നെ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഈ നമ്പറിൽ നിങ്ങളുടെ പേര്, സ്ഥലം, നിങ്ങളുടെ ഏജ് അതൊന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നമ്മളെ ആഡ് ചെയ്യാം. ഒരു കാര്യം പറഞ്ഞാൽ സമയം കുറച്ചെടുക്കും, കാരണം ഒത്തിരി മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഫുള്ളി മാനുവൽ പ്രൊസീജിയറാണ്. ഒരു ലിങ്ക് ത്രൂ ആൾക്കാരെ ആഡ് ചെയ്തുണ്ടാവുന്ന ഭവിഷ്യത്തുകൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു മെത്തേഡ്. അത് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രൂപ്പിൽ ക്രിയേറ്റ് ചെയ്ത് കുറച്ച് പേര് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറേ പേര് ആഡ് ചെയ്യാനുമുണ്ട്. അത് നമുക്കറിയാം, നമ്മൾ ചെയ്യുന്നതാണ്. എല്ലാവരും ഒന്ന് സഹകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. ഓക്കെ, നിങ്ങളൊക്കെ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ദിസ് ഇസ് ബ്രൈജ ജോബ് സൈനിങ് ഓഫ്.